കാര്യം ചെയ്യാമെന്ന് ഒരുപാട് നാളുകളായിട്ട് വിചാരിക്കുകയാണ്. ഇത് ഒന്ന് ആലോചിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ പറ്റുന്നില്ല. കാരണം മടി. എന്തോ നമ്മുടെ ഒരു കുഴപ്പമായിട്ടത് കണ്ടിട്ട് നമ്മളെ തന്നെ എപ്പോഴും ബ്ലെയിം ചെയ്യും. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാനിതൊന്നും അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിൽ പറയും. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന ഒരു വലിയ പ്രശ്നം എൻ്റെ പിന്നിലുണ്ട്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെ വളരെ നമ്മളിങ്ങനെ വെച്ച് നീട്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ സമയം കടന്നു പോകുന്നൊരവസ്ഥ, ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ. ഈ പ്രൊക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നത് മടി കൊണ്ടാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു റീസൺ അവിടെയുണ്ട്. നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഇനി എങ്ങാനും അത് തെറ്റിപ്പോയാൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് കരുതും? നമ്മളെ കളിയാക്കുമോ? അവരുടെ മുന്നിൽ ഒരു പരാജയമുള്ള ഒരു വ്യക്തിയായിട്ട് എങ്ങനെ നിൽക്കും എന്നൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളും ടെൻഷനും ഒക്കെ കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളിങ്ങനെ ചെയ്യാതെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. സ്വയം ചോദിച്ച് നോക്കണം, ശരിക്കും ഒരു കഴിവില്ലാത്ത ഒരാളാണോ ഞാൻ? നമ്മളിത് സ്വയം ചോദിച്ച് നോക്കി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഒരിക്കലും അത് ആണ് എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല എന്നുള്ളതായിരിക്കില്ല. എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും എന്തെങ്കിലും ഒരു കഴിവുണ്ട്, നമുക്കും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് ചെയ്തിട്ടുള്ള അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഓർത്തെടുത്തിട്ട് ഒന്ന് എഴുതി വെക്കണം. നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. നമ്മുടെ കുറവുകളെ പറ്റി മാത്രമേ നമുക്കിപ്പോൾ ഓർമ്മയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കഴിവുമില്ലാത്ത ഒരാളാണെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്യുമോ? എന്നെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ പറ്റിയത്? എല്ലാവരും ഭയങ്കര മിനിമമായിട്ട് പറയും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സഹായിച്ചു, ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴേക്കും എല്ലാവർക്കും ഒരു സപ്പോർട്ടായിട്ട് നിന്നു. ഇതൊക്കെ ആര് വേണമെങ്കിലും ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ പണ്ട് എനിക്ക് സ്കൂളിൽ നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എനിക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്നൊക്കെ ഉള്ളത് മിനിമമായിട്ട് എടുത്ത ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. മിനിമമായിട്ടല്ല അത് എടുക്കേണ്ടത്. നമ്മൾ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. അതിനുശേഷം മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു തിങ്കിങ് റിപ്പീറ്റഡായിട്ട് മനസ്സിൽ വന്നാൽ സ്റ്റോപ്പ് എന്ന് നമ്മൾ മനസ്സിൽ റിപ്പീറ്റഡായിട്ട് തന്നെ പറയണം. ആ സ്റ്റോപ്പിൻ്റെ അർത്ഥം, ഇത് ആലോചിച്ച് എൻ്റെ മനസ്സമാധാനം കളയാൻ ഞാൻ തയ്യാറല്ല. ഇപ്പം എങ്ങനെയും ഞാൻ നീട്ടി വെച്ചിരിക്കുന്ന ഒരു ജോലി ഞാനത് എത്രയും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം എന്ന് ചിന്തിച്ചുകൊണ്ട് റിപ്പീറ്റഡ്ലി സ്റ്റോപ്പ് പറയുക. 1-2 തവണ പറഞ്ഞുകൊണ്ടൊന്നും അത് മാറില്ല. കാരണം വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും നമുക്ക് ഒരുപാട് നെഗറ്റീവ് തിങ്കിങ് മനസ്സിൽ കയറിപ്പോയി. അതുകൊണ്ട് നമ്മൾ പലതവണ ഇനി എപ്പോഴൊക്കെ നമുക്ക് സെൽഫ് ഡൗട്ട് വരുന്നോ, മറ്റുള്ളവർ എന്ത് നമ്മളെപ്പറ്റി വിചാരിക്കുമെന്ന് തോന്നുന്നോ, അപ്പോഴൊക്കെ തന്നെ നമ്മൾ സ്റ്റോപ്പ് റിപ്പീറ്റഡായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക.